ഗായകൻ പങ്കജ് ഉദാസ് ക്യാൻസർ ബാധിതനായിരുന്നുവെന്ന് ഗായകനും അടുത്ത സുഹൃത്തുമായ അനൂപ് ജലോട്ട. 6 മാസം മുൻപാണ് ഡോക്ടറായ ഒരു സുഹൃത്ത് വഴി പങ്കജ് ഉദാസിന് പാൻക്രിയാസ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സമയത്ത് അവൻ വളരെ ക്ഷീണിതനായിരുന്നു, ഭാരം കുറഞ്ഞിരുന്നു. ആ സമയത്തും അവൻ പാടുന്നുണ്ടായിരുന്നു. പിന്നീട് എന്നെ വിളിച്ച് എല്ലായ്പ്പോഴും അവന് പിന്തുണ നൽകിയതിന് നന്ദിയും പറഞ്ഞു എന്ന് അനൂപ് ജലോട്ട പറഞ്ഞു. ഏറെ നാളുകളായി ചികിത്സയിലായിരുന്ന പങ്കജ് ഉദാസ് ഫെബ്രുവരി 26 തിങ്കളാഴ്ച രാവിലെയാണ് അന്തരിച്ചത്. സിനിമകളുടെ സെൻസറിംഗ് ചട്ടത്തിൽ മാറ്റം വരുത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. UA വിഭാഗത്തിൽ കാഴ്ചക്കാരുടെ പ്രായമനുസരിച്ച് പ്രത്യേകം സർട്ടിഫിക്കറ്റുകൾ നൽകും. 7 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കാണാൻ കഴിയുന്ന സിനിമകൾക്ക് UA 7+, 13 വയസ്സിന് മുകളിലുള്ളവർക്ക് UA 13+, 16 വയസ്സിന് മുകളിലുള്ളവർക്ക് UA 16+ എന്നിങ്ങനെയാണ് ഉപസർട്ടിഫിക്കറ്റുകൾ നൽകുക. താപ്സി പന്നു വിവാഹത്തിനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. ബാഡ്മിന്റൺ താരം മാത്തിയസ് ബോയ് ആണ് വരൻ. ദീർഘനാളായി ഇരുവരും പ്രണയത്തിലാണ്. സിഖ് ക്രിസ്ത്യൻ ആചാരപ്രകാരം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ചാകും വിവാഹം നടക്കുകയെന്നാണ് വിവരങ്ങൾ. താരസമ്പന്നമല്ലാത്ത വിവാഹമായിരിക്കുമെന്നും ആർഭാട വിവാഹത്തോട് നടിക്ക് താല്പര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലെനയുടെ യൂട്യൂബിലെ വൈറൽ വീഡിയോ കണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പ്രശാന്ത് നായർ. ലെന പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് പ്രശാന്തിനും തോന്നി. നമ്മൾ ഒരേ വൈബാണെന്ന് മനസ്സിലായപ്പോൾ പ്രശാന്ത് ലെനയുടെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ജാതക പൊരുത്തവുമുണ്ട്. ജനുവരി 17 ബാംഗ്ലൂരു മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. ബോളിവുഡ് താരങ്ങളായ ദീപിക പദുക്കോണും രൺവീർ സിംഗും മാതാപിതാക്കളാകാൻ ഒരുങ്ങുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദീപികയും രൺവീറും ചേർന്നാണ് ഈ സന്തോഷ വാർത്ത പുറത്തുവിട്ടത്. സെപ്റ്റംബറിലാണ് ഡെലിവറി ഡേറ്റ്. കുഞ്ഞുടുപ്പിന്റെയും ഷൂസിന്റെയും ബലൂണിന്റെയും ചിത്രമടങ്ങുന്ന ഒരു പോസ്റ്റർ കാർഡ് പങ്കുവച്ചാണ് ആരാധകരെ വിവരമറിയിച്ചത്.